ഗുണ്ടകളോടി ഇനി നമ്മൾ ഇടുന്നൊരു കാര്യമുണ്ടോ? അവന്റെ കയ്യിലെങ്ങാനും നമ്മളെ കിട്ടിയാ നമുക്കും കിട്ടും. എന്നാ വിട്ടോ, ദേ കൊടുത്ത കാശ് അവന്മാർക്ക് അടി കിട്ടിയ വയൽ പോയെന്ന് കരുതിയാ മതി. വാ വാ. ശാലിനി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കമല പിടിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. കമല കൊണ്ടുപോടാ. വാ വാ. വണ്ടി എടുക്ക് രമേട്ട, വണ്ടി എടുക്ക്. കമല ഡോറ് തുറക്കടാ. രമേട്ട വണ്ടി എടുക്ക്, ഞാൻ പുറകെ വന്നോളാം. കമല, ഈ ബൈക്ക് ആരെന്ന് അന്വേഷിക്കണം. അവന്മാരെ വെറുതെ വിടരുത്. ശരിയാ ചാനെ. ശാലിനി ധൈര്യമായിട്ട് നിന്നോ, വീഴാതെ ഞാൻ നോക്കിക്കോളാം. പതിയെ. ഇപ്പോഴെങ്ങനെയുണ്ട് ശാലിനി? വേണമെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഹേയ്, അത്രയ്ക്കൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. പൊന്നിയാണല്ലോ. അച്ഛനിനി എന്തെങ്കിലും അസുഖം? ഫോൺ എടുക്ക്, കാര്യം എന്താണെന്ന് അറിയാലോ. എന്താ പൊന്നി? ശാലിനി കുഞ്ഞെ, ഞാനൊരു വിവരം പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഞാനാ വിളിച്ചു പറഞ്ഞെന്ന് ആരോടും പറയരുതേ. എന്താ പൊന്നി, കാര്യം പറ. സത്യമ്മ സ്കൂളിൽ നിന്ന് സത്യമോളെയും പപ്പിമോളെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുക. സ്കൂളിൽ ചെന്ന് കുട്ടികളെ കാണാതെ ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചേ. ശരി, ഞാൻ ശിവനെ വിട്ട് കുട്ടികളെ അവിടെ നിന്ന് വിളിപ്പിച്ചോളാം. എന്താ കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുപോയെന്നാ പറഞ്ഞത്? സത്യമ്മ സ്കൂളിൽ ചെന്ന് പപ്പിയും സത്യം വിളിച്ചോണ്ട് പോയിന്നാ പറയുന്നത്. അല്ല, 2 ദിവസം നിർത്താൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും.